ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിനെല്ലാം കാരണക്കാരി അംബിക മേഡം അച്ഛാ. അംബിക മേഡം ആ വീട്ടിലുള്ളിടത്തോളം കാലം ആ കുഞ്ഞിന് ഒരു സ്വസ്ഥതയും കിട്ടില്ല. ആ സ്ത്രീ ഒരു സൈനൈഡാ, പൊട്ടാസ്യം സൈനൈഡ്. ഇവളുടെ ഈ അഹങ്കാരത്തിന് മറുപടി പറയാൻ ഇവിടെ ആരുമില്ലേ? കണ്ടില്ലേ നിഷേധി. ഇനി കതിരിമേ കൊണ്ട് വളം വെച്ചിട്ട് എന്ത് പ്രയോജനം? എല്ലാം കലങ്ങിയത് കണ്ടില്ലേ അമ്മേ? ഒന്നും കലങ്ങിയതല്ലടാ, കലക്കിയതാ. കുളം കലക്കി പരുന്തിന് കൊടുക്കാന്ന് നീ കേട്ടിട്ടില്ലേ? ഇതാ. എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു അമ്മേ. ഇഷ്ടപ്പെടുവല്ലോ. ചക്കരയും ഈച്ചയും പോലെ ഇരുന്നതല്ലേ അച്ഛനും മകളും. ഇപ്പൊ അത് കീരിയും പാമ്പും പോലെയായി. മകൾക്ക് അച്ഛൻ വർമ്മ സാറായി മാറിയത് എത്ര പെട്ടെന്നാ. അങ്ങനെയൊക്കെ ആവാനല്ലേടാ നിന്റെ അമ്മ ഈ വേലകളൊക്കെ പണിയുന്നത്. അച്ഛനെയും മകളെയും തമ്മില് ഇനി ഞാൻ അടുപ്പിക്കില്ല. എന്നേക്കുമായി രണ്ടിനെയും രണ്ട് വഴിക്കാക്കും. എന്നാലും പറയാതിരിക്കാനാവില്ല അമ്മേ, അവളുടെ അഹങ്കാരം. ഞാൻ പറഞ്ഞില്ലേടാ, അഹങ്കാരത്തിനെ കൈയും കാലും വച്ചവളാ അവള്. അതങ്ങനെയാ. കിടന്ന ഗർഭപാത്രം വേറെയല്ലേ. അവളുടെ അഹങ്കാരവും ഒരു പ്രേമവും എല്ലാം ഞാൻ അവസാനിപ്പിക്കും. കാര്യങ്ങള് നമ്മള് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നെത്തുവാണല്ലോ അമ്മേ. ഈ കുടുംബത്തിന്റെ കൺട്രോള് എന്റെ കയ്യിലാടാ. അതിന്നല്ല, എന്നും. ഇവിടെ ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാനിനി എന്ത് ചെയ്യണം അമ്മേ? നീയൊന്നും ചെയ്യണ്ട, എല്ലാമേ ഞാൻ ചെയ്തോളാം. നീ ഗാലറിയിൽ ഇരുന്നേ ഗെയിം കണ്ടാ മാത്രം മതി. ഇവിടുത്തെ സ്വത്തുക്കളൊന്നും അങ്ങനെ കണ്ടവരുടെ കയ്യിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല. അതെന്റെ മകനായ നിന്റെ കയ്യിൽ വരണം. അത് ഞാൻ വരുത്തും. ആരാടാ വിളിക്കണേ? എന്താടാ പറയാനൊരു മടി? ഋതിക മേഡമാണോ? അതെ സാർ. പിന്നെന്താടാ നീ ഫോൺ എടുക്കാത്തത്? എടാ ഫോൺ എടുക്കടാ. ഹലോ ഋതിക മേഡം. രാജു എവിടെയാ? ഞാൻ വീട്ടില് മേഡം. അച്ഛനോട് പറഞ്ഞതൊക്കെ രാജു കേട്ടതല്ലേ? എന്തിനാ മേഡം പിന്നെ അതൊക്കെ ഓർത്തിരിക്കുന്ന? ഞാൻ പറഞ്ഞില്ലേ മേഡം, സാർ അപ്പോഴത്തെ ദേഷ്യത്തിൽ അത് പറഞ്ഞു പോയതാ. മേഡം അത് മറന്നേക്ക്. പെട്ടെന്നുള്ള ദേഷ്യത്തില് അച്ഛനത് പറഞ്ഞതല്ല. ഇതൊക്കെ അച്ഛന്റെ മനസ്സിലുള്ളതാ. ദേഷ്യം വന്നപ്പോ അതൊക്കെ പുറത്തു വന്നു. എന്റെ മനസ്സ് കീറി മുറിയുന്ന വാക്കുകളല്ലേ രാജു അച്ഛൻ പറഞ്ഞത്. എനിക്ക് അമ്മയില്ല. അച്ഛനുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ജീവിച്ച ഞാൻ
ശരിയല്ലേ രാജു? തെറ്റായ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട മാഡം. അല്ല, ശരിക്കും ഞാൻ ആരാ രാജു? അച്ഛൻ ആരായിട്ട് എന്നെ കാണുന്ന? ഒരു ഭിക്ഷക്കാരിയുടെ വില പോലും എനിക്കില്ലല്ലോ രാജു. സമൂഹത്തില് വലിയ മനുഷ്യനാ അച്ഛൻ. എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഭരണാധികാരി. അച്ഛനൊരു വോട്ടർക്ക് കൊടുക്കുന്ന പരിഗണനയെങ്കിലും എനിക്ക് തന്നൂടെ രാജു? അങ്ങനെയൊന്നും ഇല്ല മാഡം. വെറുതെ വർമ്മ സാറിനെ തെറ്റിദ്ധരിക്കണ്ട. എനിക്കറിയാം, എല്ലാവരും വർമ്മ സാറിന്റെ ഭാഗത്താ. വർമ്മ സാറാ ശരി, ഞാൻ ടോട്ടലി റോങ്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം രാജു. ഹലോ മാഡം, മാഡം. ആ, എന്താടാ? എന്താ മാഡായിട്ടൊരു പ്രശ്നം? ഞാനായിട്ടൊരു പ്രശ്നമില്ല സാർ. പിന്നെന്താ കാര്യം? നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അച്ഛാ, സാറ് മാഡത്തിനെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരി അംബിക മാഡം അച്ഛാ. അംബിക മാഡം ആ വീട്ടിലുള്ളിടത്തോളം കാലം ആ കുഞ്ഞിന് ഒരു സ്വസ്ഥതയും കിട്ടില്ല. ആ സ്ത്രീ ഒരു സൈനൈഡാ, പൊട്ടാസ്യം സൈനൈഡ്. അത് നിന്റെ കൂടെ ഇങ്ങോട്ട് വന്നത് കുറച്ച് സമാധാനത്തിനാ. അത് കൊടുക്കാൻ നിനക്കും കഴിഞ്ഞില്ല. എടാ, വീഴാൻ നിൽക്കുന്നൊരു വാക്ക് ഒരു കൈത്താങ്ങായില്ലെങ്കിൽ പിന്നെ ജീവിക്കുന്നത് എന്തിനാടാ? ഇത് പലിശ. മുതലെവിടെ? മുതലിന് ഒരു 2 മാസത്തെ അവധി കൂടി തരണം രുക്മിണിയമ്മേ. അതൊന്നും പറ്റില്ല. എനിക്ക് മുതലും കൂടി ഇപ്പൊ കിട്ടണം.